ഡ്രീമറിന്റെ വിസിപ്പോ. ഹലോ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്ര ഇതെന്ത് മൈൻ ഇതിലുള്ളതാണ് വിചാരിച്ചോണ്ടിരിക്കണേ. അല്ലല്ല ഡിസ്കോഡിലെ ഞാൻ ഡിസ്കോഡ് ഞാൻ വിചാരിക്കുന്നത് ഡിസ്കോഡില് മറ്റേ ഞാനൊരു വീഡിയോ ഇട്ടു അതിലിങ്ങനെ വിളിക്കണ വിചാരിച്ചോണ്ടിരിക്കുക ഇങ്ങനെ. ഡിസ്കോഡ് റേഷൻ കണ്ടോണ്ടിരിക്കുകയാണ്. ആ ഡിസ്കോഡ് ആണ്. എടാ അപ്പൊ നമുക്ക് കാണട്ടാ. ഈ പുണ്ട താഴെ പോയ പരാതി. ഞാൻ ബിസി തന്നെ വലിച്ചു. ഹലോ നീ എന്തിനാ? അവൻ ഡിസ്കോഡ് റിയാക്ഷൻ കണ്ടോണ്ടിരിക്കുന്നു. അല്ലല്ല അവൻ ഇപ്പൊ ഈയിടെയായിട്ട് കുറെ മോഡ ഉണ്ടല്ലേ. മോടെ കാണിക്കട്ടെ. നിനക്കെന്താ അല്ലെ നീ കിടന്ന് കാണിക്കുന്ന വെച്ചോക്കുമ്പോ സത്യം പറഞ്ഞ ഞാൻ വേറെ ആരും ഒന്ന് കാണിക്കുന്നിട്ട് തോന്നാൻ പറയാ. നീ ഷോർട്ടക്സിന്റെ ഇതാണ്ടായിരുന്നാ വീഡിയോ നീ കണ്ടില്ലേ? ഇല്ല അല്ലയാ നീ മറ്റേ ബാബുവിനെ പോലെ കള്ളം പറയരുത് കേട്ടാ. നീ കണ്ടിട്ട് രണ്ടാമത്തോട്ടം കാണാൻ പോയടാ. എന്റെ അമ്പാത്തിയോട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പൊ കണ്ടുള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടി കൂടെ ഇരിക്കാം. നിന്റെ കൂടെ ആണെങ്കിൽ ഇരിക്കുന്നത് ഇതിനൊന്നും ഇല്ല. അല്ല കുഴപ്പമില്ല. നീ എന്തെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യും. ഞാനും കൂടെ ഇരുന്ന് കാണാം. നിനക്ക് റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. റിയാക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മൂന്നാമത്തെ വട്ടമാണ് ഞാൻ കാണാൻ. വീണ്ടും കാണാൻ പോടാ. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി അമ്മള് കാണിച്ചുതരാം റിയാക്ഷൻ തരുന്നു. എനിക്ക് തോന്നുന്നത് കളർ എടുത്തത് എന്താ അതിന്റെ നെറ്റ് അടിച്ചു ചേട്ടാ. എന്തിട്ടാ നീ ഇന്ന് നീ സിറ്റിന്റെ ഒരു താരം പറഞ്ഞു കേട്ടിട്ടെ സിറ്റി കേറിയ വഴി എഫ് കിട്ടടിച്ച്. കമ്പ്യൂട്ടർ ഓൺ ആവണില്ല അണ്ണാ. ഞാൻ കൊറേ നേരമായിട്ട് നോക്കുവായിരുന്നു. കമ്പ്യൂട്ടർ ഓൺ ആവണില്ല. കൊറേ നേരമായിട്ട് നോക്കിയായിരുന്നു. ഇവ എവിടെ പോയി? ഇവ മ്യൂട്ട് ചെയ്തിരുന്ന എന്നെ എന്താ പറയണ? ഞാൻ എന്താണ് പറയാ, നമ്മൾ വാറ്റിന്റെ കൂടെ നിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇവ എന്നെ അന്ന് ചതിച്ചിട്ടല്ലാണ് ഞാൻ കാല് വാരിയത്. നമ്മള് ചതി അത്രേ ഉള്ളൂ. അവൻ പ്രത്യേകിച്ച് ചന്ദ്രന്റെ കൂടെ ചേർന്ന് അവൻ ലോക ചതി. അവന്റെ കൂടെ കാലിൽ വിശ്വസിച്ച് കൂടെ നിക്കോ? അതൊക്കെ ഒരു തമാശയൊക്കെ അല്ല. നീ തമാശയായിട്ടല്ലയാ. എടാ എന്നിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞ തമാശയൊക്കെ നിനക്ക് എന്തിനു വിഷമമായത്? ഞാൻ നിന്നെ ഊക്കല്ലല്ലോ ചെയ്തത്. തമാശയിൽ എന്താണുള്ളത്? ഊക്കാണുള്ളത്. ഊക്കിലാണ് തമാശ ഉള്ളത്. അല്ലാണ്ടോടല്ലയാ കൂടെ നിന്ന് ബാക്കിയുള്ളവർ ഊക്കുമ്പോഴേ എനിക്കൊരു സന്തോഷം ഇല്ലല്ലയാ. ഞാൻ വന്നിട്ട് നീ എന്നെ മാത്രമാണ് നോക്കിയത്. അത് ആളെ ഇനിയില്ല. ഇനി നമ്മൾ ഒറ്റ കേട്ടാളേ. ഇനി ഒറ്റ കേട്ടാളിയാ. അല്ലെ നീ ബിസിനസ് ഒക്കെ നല്ലോണം നോക്കി അങ്ങ് ജീവിക്കളിയാ. എടാ ഞാൻ എല്ലാം വേണ്ടെന്ന് വിചാരിച്ചിരുന്നേണ്. അപ്പൊ സരക്കണ എന്നൊരു ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് നീ ലൈവ് ഒക്കെ ഇടല്ലേടേ, ഇടയ്ക്കൊക്കെ ലൈവ് ഇടുന്നത്. അങ്ങനെയാണ്. അതല്ല മറ്റേ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് കുറെ പേര് എന്റെ അടുത്ത് പറയടാ, മനസ്സിലായി. നമ്മളെല്ലാരും കൂടി ഇന്നലെ ആർപ്പ് ഇതിൽ വന്നപ്പോഴേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാരും പഴയ മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറെ തോന്നുന്നു. അവര് ട്രോമ എന്നാണ് അവൻ പറയണത്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശരിയാവും. സത്യം. ഇവൻ മിക്കവാറും ചന്ദ്രൻ പാർട്ട് 2 ആവുകയാണ്. ഇനി നമ്മളെ കാണാതെ ഒളിച്ചു കിടക്കും. ഞാൻ ഇന്ന് നീ വന്നു അറിഞ്ഞപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോയി സാർ പറയുന്നത്. പോടാ. ഇനിയില്ല. നമ്മളെ തമാശ പറയണ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എന്തായാലും നിന്റെ നല്ലത് പറയൂല. ഇനി നിന്നെ പറ്റി മോശം മാത്രമേ ഞാൻ പറയുള്ളൂ. നീ പറഞ്ഞ രീതിക്ക് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തതാ പറയാൻ പോണത്.
എടാ പാറുവിനറിയാം എടാ നീ പാറുവിന്റെ വീട്ടിന്റെ അടുത്തുള്ള ആരോമലാണോ നീ? ഏത് പറു ഏത് പാറു? അല്ല ഞാൻ എന്റെ കസിനാ. അങ്ങനെ സെർവർ അപ്പാവുമ്പോ എൻ്റെ അടുത്ത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. എനിക്ക് നിങ്ങൾ നോട്ടിഫൈ ചെയ്യണേ സെർവർ അപ്പായത്. എന്റെ അടുത്തും ബാബു പറയാ. അല്ല എനിക്ക് സത്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ RPയിൽ എനിക്ക് ഊക്കാനൊക്കെ പഠിക്കണം. അപ്പൊ നീ നിന്നിട്ട് എന്റെ കൂടെ നിന്നിട്ട് ബാക്കിയുള്ളൊരു ഊക്കുമ്പോ ഞാൻ പഠിക്കും, മനസ്സിലായ? സ്വന്തം പഠിക്കുന്നത് അതിന്റെ എളുപ്പമല്ലേ? അളിയ ഈ സാധനം ഈ ഊക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു കളിയാക്കൽ അല്ലെങ്കിൽ തിരിച്ചു പറയണം അത് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇതൊന്നും പെർമനന്റ് അല്ലല്ലേ. ഇതിൽ ആർക്ക് വേണം അങ്ങോട്ടും ഇങ്ങോട്ട് പറയണം. ഇത് ജസ്റ്റ് ഈ ലക്കാണ്, കൊറേയൊക്കെ ലക്കാണ് അളിയ. പക്ഷെ ലക്കെല്ലാം എന്റെ മണ്ടയ്ക്ക് ഇടുന്നതിനാ നിന്റെ ലക്കെല്ലാം. അത് നീ കണ്ട അമ്മമാരെ ലിക്ക് ചെയ്തോണ്ട് നടക്കണുണ്ട്. കണ്ട വീട്ടിൽ ലക്ക എന്റെ പോസ്റ്റിലോട്ട് വന്നാണ്ട. വീട്ടിടപ്പിന് അടിച്ചടാ, വീട്ടിടപ്പിന് അടിച്ചു കള്ളൻ. എടാ മാറ്റി ഇതാണ് ലക്ക്. കണ്ട നീ അതില് നീ വീണാണ്ട. ഇതുപോലെയാണ് അളിയ. ഇതുപോലെ നമ്മളെന്തെങ്കിലും പറയുമ്പോ അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴുന്ന തരും, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഈ ലക്കല്ല നീ എന്റെ മണ്ടയ്ക്കാ തീർക്കുന്നത്, നിന്റെ ലക്കല്ല അളിയ. അത് വേറെ കേസ്. നീ ചന്ദ്രൻ എങ്ങനെയാലും കൺവിൻസ് ചെയ്ത് നമ്മളെ കൂട്ടത്തിൽ കൂട്ട്. അവൻ വരുന്നില്ല. അവൻ എന്നെ കാണും കുറെ നാളായി അവന്റെ കൂടെ വരുന്നേ ഇല്ല. അളിയ നമ്മൾ അവന്റെ ഡിസ്കോഡിൽ പോയിരുന്നപ്പോ അവൻ നമ്മളെ വലിച്ചു മാറ്റിയിട്ടളിയാ. ഭയങ്കര ഒറ്റപ്പെടുത്തില്ല കേട്ടാ. ചന്ദ്രൻ ഒറ്റയ്ക്കിരിക്കണം. എന്തിനായാലും അളിയ നമ്മളൊക്കെ അങ്ങനെയാണോ? ശരിയാണ്. അല്ല വാറ്റ ശരിയാണ്. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് നിന്റെ വീഡിയോ ആണ് അവൻ റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനെങ്കിലും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ റിയാക്ട് ചെയ്താ പോരെ അവന്. അല്ലാതെ കൂടെ ഇരുത്തി അവമാനിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. എടാ ഞാൻ നോക്കിയപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഇവന്റെ ഒരു ക്ലിപ്പ് കണ്ടാണ് കേട്ടടാ. എടാ ഇവന്റെ ക്ലിപ്പ് ഇവന് ഒരു പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പറയാണ്, RPയുടെ അത്ര പള്ളിയിലെ അച്ഛനുള്ള ആളിന്റെ അടുത്ത് വിളിച്ചോണ്ട് വിട്ട് മണ്ണ് മറ്റേതുണ്ടല്ലേ അവിടെ പോയിട്ട് മണ്ണ് വാരി തിന്നാനെന്നൊക്കെ, എന്നിട്ട് ചിരിക്കുന്നിരുന്നു. കിട്ടും തരും എല്ലാരും കൂടെ. ഇതൊന്നും നോക്കട്ടെ. ആശാന്റെ ഇത് ക്ലിപ്പ് കണ്ടായിരുന്നു, എന്തരാ പറഞ്ഞു നോക്കട്ടെ. ഒന്ന് കണ്ടോട്ടെ, ഇതും കേട്ടോട്ടെ. എന്നാ ഞാൻ റബ്ബർ അച്ഛാ ഈ മണ്ണ് കണ്ടാച്ചാ അണ്ണൻ ഡിസ്കോഡ് റിയാക്ഷൻ അങ്ങോട്ട് മാറിയില്ല. പിന്നെ അളിയ നിന്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എന്റെ വാസവണ്ണ കിടപ്പ് നോക്കിയോ എന്റെ വാസവണ്ണ. അയ്യോ അത് വേറെ ഉമ്മ പോയി. ഗോക്ക് എത്ര പിക്കെടുത്തുന്ന ഞാൻ രാവിലെ കണ്ടതാ. ഡിസ്ലൈക്ക് അടിക്കുകയും ചെയ്തതാ. റിപ്പോർട്ട് അടിച്ച് ഒരു പിക്കെടുത്തേ നമ്മതി കട്ടുന്നൊരു നെഞ്ചിൽ പകരാം കാല. മച്ചാനെ വാറ് നടക്കുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട് TG ആണെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തില് 2 പേര് ക്യാമറയുണ്ട്, ക്യാമറയുണ്ട്, അവനും ഉണ്ട്. ഇതാ സ്ക്രീനിട്ട് ഒരച്ചരച്ച് മുകളിൽ കൊണ്ടൊരു താഴെ ഒരു സൈഡിൽ പോവും. നീ ഇത്ര പെട്ടെന്ന് എടുത്ത് വലിച്ചു നീക്കണ മറ്റേ ലോക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കണ ഞാനങ്ങാതിരിക്കാൻ. അതാണ് ഞാൻ നോക്കണ. കാരണം ഈ സാധനം തന്നെ എല്ലാവരും നിരങ്ങി പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെയാണ് റിയാക്ഷൻ? ഏതാണ് സത്യം അല്ലേ അളിയാ? അവൻ റിയാക്ട് ചെയ്യാറുണ്ടോ ഉള്ള കാര്യം പറയല്ല. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു അങ്ങോട്ട് കയറിപ്പോയേ. സത്യം അതില് നീ പറഞ്ഞ 2 തമാശ അവന് മനസ്സിലായി പോലും ഇല്ല അളിയാ. അത് പിന്നെ കാണുമ്പോ വിഷമം വരരുതല്ലോ എന്ന് ഓർത്ത് വെച്ചതല്ലേ, പേരിന് വേണ്ടി അവൻ ചിരിച്ചിരുന്ന സാധനമാണ്. സർക്കണ അതല്ല വാറ്റ് പറഞ്ഞ കിടില 2 തമാശ അവന് മനസ്സിലായി പോലും ഇല്ല. അവൻ നോയിക്കൊണ്ടിരുന്ന സ്ക്രീനില്. അല്ല അത് പേരിന് വേണ്ടി ഇന്നലെ ഇവ വന്ന് മറ്റേ RPയിൽ വെച്ച് നമ്മുടെ പറഞ്ഞു ചിരിക്കണേ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പേരിൽ ചിരിച്ച അതിന്റെ പേര് ചിരിച്ച സാധനമാണത്. ഓ
അപ്പൊ അവ അങ്ങനെയാണ്ടാ അവന്റെ ചന്ദ്രന്റെ ഒരു ഇതനുസരിച്ചടാ അളിയാ ചിരിക്കാൻ പറഞ്ഞല്ലേ ചിരിക്കാവൂ. ഇപ്പൊ നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ളവർക്ക്, എടാ ഒന്ന് ചിരിക്കണേ പറഞ്ഞിട്ട് ഇത് നല്ല തമാശയാണ്, ഇത് മോശം തമാശ, അങ്ങനെ ഒരു കാറ്റഗറി അനുസരിച്ച് ജീവിക്കുന്ന ഒരു പയ്യനാണ് എല്ലാം. റോബോട്ടിക് ലൈഫ്. മറ്റേ സർവറപ്പായി ബാബു ഓ പലതും കേൾക്കും, നീ കേറാൻ ചെയ്യില്ല, നീ ബിസിനസ് പോയി നോക്ക്. ഓക്കെ ഇല്ല അവ ഇന്ന് വരത്തില്ല, അവൻ ബിസിയാണ്. ഞാൻ ഇല്ല ഇത് ഫോണിലല്ലടാ, അളിയാ, ഞാൻ വരൂല. ഞാൻ ഇതൊന്ന് കണ്ടിട്ട് പോയാ അളിയാ. നീ അതുകൂടി കണ്ടിട്ടോ, ഞാൻ ഇപ്പൊ സെർവർ കാണും. അപ്പൊ ഇത് ചന്ദ്രനാണ് തോന്നുന്നു കേട്ടോ, ഓടി കിടന്ന് കുത്തുന്നത്. ചന്ദ്രന്റെ പണ്ണണോ അളിയാ? ചന്ദ്രനാണെങ്കിൽ റെഡിയാക്കാം, പക്ഷെ ബാബു കൂടി വന്നാലും ചന്ദ്രനെ റൂക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഹലോ ബ്രോ, പറ്റിയതാണ് കേട്ടോ, സോറി. വണ്ടികളെ കണ്ടില്ല, പിയലായിരുന്നു. ഇവിടെ മാറ്റിന് ഇവിടെ പെണ്ണിനെ സെറ്റാക്കുമെന്ന് പറഞ്ഞ് മാറ്റി ഭയങ്കര വൃത്തിയിട്ട കളികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടാടാ ബാല ഇവിടെ. ഓ ചെറിയ കളികളൊന്നും അല്ല, മാറ്റ് ആളെ മറ്റേ റിക്രൂട്ട്മെന്റ് ചെയ്ത് കളഞ്ഞു, ഗേൾഫ്രണ്ട് ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത്. നല്ല കാര്യം, സമാധാനം പോയി കേട്ടാ. തലയിൽ വെക്കാണ്ട് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി തോളേജ് അവനെ ആകാശത്താണ് സൂപ്പർ ഡ്രസ്. നീ കൂടുതൽ ചോദ്യം ചോദിക്കലും ഞാൻ വെച്ച് എനിക്കൊരു പ്രശ്നമുണ്ട്. അതറിയാം, അതല്ല എന്നോട് പറഞ്ഞില്ല. അതല്ല ബാല, എടാ ഇവിടെ ഉള്ള ആ ചന്ദ്രപ്പന കഴിവറുണ്ടല്ലോ, അവൻ എന്നെ കുറച്ച് ഒരു റെസ്പെക്ട് ഇല്ല, മനസ്സിലായ? നമുക്ക് അവനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കണോടാ, നമുക്ക് അവനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കണം. അവനെ പണിയണോടാ ബാല. എടാ സംഭവത്തിനറിയാൻ പോടാ ബാല, ഇവന് സംസാരിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവനാണെങ്കിൽ ആരുടെ പോയി സംസാരിച്ചാലും ഇവന് ഊക്ക് കിട്ടുന്നത്. അപ്പൊ ഇവന്റെ ഓറ മറ്റേ ഡേ ബൈ ഡേ ഇങ്ങനെ താഴോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ താഴോട്ട് വേറെ വഴി ബാല, നിന്നെ കൊണ്ടേ പറ്റൂ. മറ്റേ പൂണ്ടിരാന്റെ ഡ്രസ്സൊക്കെ മാറ്റിയോ? അതായിരുന്നല്ലേ മാറ്റി. പരിപാടി ഇല്ല, തറയില് നിർത്തോ? ഇല്ല അത് വിടൂല. വണ്ടി പോയി മാഡം. ഹലോ ആ കുട്ടിക്ക് സിറ്റിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. എടാ ബാല, എന്റെ ലുക്കും വാറ്റിന്റെ ലുക്കും കൂടി നോക്കിയിട്ട് ഏതാണ് ബെറ്റർ എന്ന് പറയടാ. രണ്ടും അപരാധമാണെങ്കിലും ഇവന്റെ അത് കാട്ടപരാധമല്ലേ? എടാ ഒരു കിളവ ഈ ഡ്രസ് ഇടുന്നതാണോ എന്നെ പോലുള്ള എങ്ങനത്തെ ഇങ്ങനെ ഡ്രസ് ഇടുന്നതാണോ നല്ലത്? അല്ലാതെ ഏത് രീതിയിലാണ് നീ എങ്കെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് നീയാണ് കിളവൻ. എടാ മീശയെ തരച്ചിട്ട് മൈലാജി അടിച്ചു നടക്കുന്നത് നീയാണോ എന്നെ കുറ്റം പറയുന്ന മൊണ്ണേ? ശരിയാണല്ലോ അത്. നേരത്തെ കറുത്ത മീശയില്ലായിരുന്നു, കളറൊക്കെ അടിച്ചു മാറ്റിയേ. അങ്ങനെയായിരുന്നു പണ്ട്. പണ്ടാരും ശ്രദ്ധിക്കായിരുന്നു കേട്ടോ, മനസ്സിലായില്ലേ ഇതൊന്നും? ഇപ്പോഴല്ലേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഷോളുള്ളപ്പോഴേ അതിനകത്തോട്ട് കാണത്തുള്ളൂ. നിന്റെ സാധനങ്ങളൊക്കെ വെളിയില് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മറ്റേ മന്ത്രി അടിക്കൂലേ ഇങ്ങനെ വണ്ടിയുടെ നാട്ടിൽ മൊത്തം ലീക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ട് പറയാ വീഡിയോ ലീക്ക് ആയല്ലോ. എടാ ഞാനാണെങ്കിൽ പെണ്ണിനെ കണ്ടപ്പോഴേ അവള് ബാല ഇതെല്ലാന്റെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ വാറ്റിലെ ചെറിയ ഇഷ്ടമുണ്ട്, ഒന്ന് പ്രകടിപ്പിക്കാനായിട്ട് പറയണം. മാള് ശൈലജ റെഡ്ഡി സെറ്റാക്കണം. ിലുണ്ട് ആള് ഫ്രണ്ടാണ്. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇച്ചിരി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഇതാ ഷൗട്ടക്സ് ആണ് അത്. അപ്പുക്കുട്ടൻ, സോറി അപ്പുക്കുട്ടൻ
സൂപ്പർ ആണല്ലോ. അപ്പൊ കൂട്ട ഒരു ചേഞ്ച് വേണ്ടടാ, എല്ലാരും ഒരു ചേഞ്ച് വേണം പറഞ്ഞു മനസ്സിലായേ. മറ്റേ ഡ്രസ്സ് കിടക്കുമ്പോഴത്തേക്ക് വള്ളിയൊക്കെ എടുക്കാൻ തോന്നുന്നു, ഇതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട് ദേവട്ടി ഇതാകുമ്പോഴത്തേക്ക് വള്ളിയൊന്നും എടുക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ. എപ്പോഴാ കമ്പാക്ക്? ഇങ്ങനെടാ അപ്പുകൂട്ടാ, അപ്പുകൂട്ടാ ഈ ലുക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? സത്യമായിട്ടോടാ എടാ എനിക്ക് ഒരു പുതിയ ലുക്ക് സെറ്റ് ആക്കണോടാ. ഇത് പെട്ടെന്ന് പിന്നെ എനിക്ക് ഈ കൊറേ സമയം ഈ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മടിയാ. എനിക്ക് എടാ ഞാൻ അതാണ് മനസ്സിലായ നിന്റെ ഡ്രസ് എടുക്കുന്ന പരിപാടിയില്ല. ഇല്ല ഇടുന്ന പരിപാടിയില്ല. ഡ്രസ് ഇടുമ്പോ മറ്റേ സാമാനം വെളിക്കിടുന്ന പരിപാടിയല്ലേ. എന്റെ ഊപിക്കണ്ട കേട്ടാ. ഞാൻ ഇപ്പൊ ഇല്ല. ഒറ്റയ്ക്ക് നോക്കി മാത്രമേ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ മാത്രമേ ഡ്രസ് മാറുള്ളൂ. ഇപ്പൊ ഒരുത്തരെ വിശ്വാസം ഇല്ല എനിക്ക്. എനിക്ക് എടാ അപ്പുകുട്ടാ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നീ എനിക്കൊരു പുതിയൊരു ലുക്ക് എനിക്ക് സെറ്റ് ചെയ്തൊരു ഒരു ഫോട്ടോ എനിക്കൊന്ന് അയച്ചാല്. അപ്പൊ ഞാൻ ആ സാധനം ഞാനും കൂടെ ഇറക്കിക്കോളാം. ഓക്കെ സെറ്റ്. എന്റെ ആര് പറഞ്ഞതാര് കൊച്ചിന്റെ ഒക്കെ കാര്യം? വളയ്ക്കാനാ? ആര് വളയ്ക്കാൻ പറഞ്ഞു? അത് കൊച്ചു പിള്ളേരെ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് പിള്ളേരെ വളയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എന്തൊക്കെ പറയുന്നത്? ഇന്നെ പോലുള്ള കീടങ്ങളൊക്കെ വളയ്ക്കാനൊക്കെ എനിക്ക് വേണ്ട. എനിക്ക് പെണ്ണ് വേണ്ട. പെണ്ണില്ല ജീവിക്കാൻ പറ്റൂലേ? ഇതെന്തൊരു ഇഷ്ടം? ഒരു ഇത് പറയൂലേ നമ്മള് കൊച്ചു പിള്ളേരെ വളയ്ക്കാനായിട്ടാണല്ലേ എന്ന് രസത്തിന് പറയൂലേ? അങ്ങനെ പറഞ്ഞതാ. എനിക്ക് വേണ്ട, പെണ്ണ് വേണ്ട. ട്രീസയ്ക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ട്രീസ ലെസ്ബിയനാണ്. ഗേൾ ഫ്രണ്ടിനോടാ താല്പര്യം. അവക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടടാ. അവിടെ പറയാനിട്ടാ. ഇനി അവന്റെ അടുത്ത് ചോദിച്ചു, വാസ്കോന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എനിക്ക് സെറ്റായി, അത് സെറ്റായി. എടാ ഈ വാറ്റില്ലേടാ പാവടാ, എനിക്ക് അവനെ കാണുന്ന വിഷം വാറ്റേ ഓറ പിടിക്കാൻ ഒരു കിടിൽ ഐഡിയ കിട്ടി. നാടാ നമ്മള് ഇവിടെ മുതുക്കിക്കുമ്പോ നിന്റെ ചുറ്റും 12 പെമ്പുള്ളേര് നിന്റെ ചുറ്റും ഒരുമിച്ച് നടന്ന് നിന്റെ സൈഡിൽ കൂടെ. എല്ലാവർക്കും നിന്നെ മതി, ലില്ലിക്ക് അറിയാലോ നീ ഒരു കോഴിയാണെന്ന്. ഇവിടെ ദേവക്കൂട്ടിയുടെ അടുത്ത് നീ ഇന്നലെ നമ്പർ വെച്ചോണ്ട് നടന്നാ പിന്നെ എന്തിന്? ദേവക്കുട്ടി ദേവക്കുട്ടി വാറ്റ് ഇന്നലെ വന്നിട്ട് ഒരു താല്പര്യം കാണിച്ചില്ലായിരുന്നോ? അത് വേണ്ട, അത് പോട്ട് അത് വേണ്ട. നമ്മൾ അതിലോട്ടല്ല വന്ന വാറ്റേ. നാളെ ഓറ പിടിക്കുന്ന പരിപാടിയിലോട്ട് ഒന്നാണ് നമുക്ക്. നാളെ മനസ്സിലായി ഓറ ഉണ്ടെന്ന് കാണിക്കായിട്ട് ഒരു കുറച്ച് പെമ്പിള്ളേരായിട്ട് നീ മധ്യത്ത് നിൽക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം സൈഡിൽ നിന്ന് ഇങ്ങനെ മനസ്സിലായി നിന്റെ കൂടെ ആ സെറ്റപ്പ്. എന്നിട്ട് ഒരു സാധനം ഇറക്കിയാലേ സൂപ്പർ ആയിരിക്കുന്നു. എന്താ കൊണ്ടുവന്നവരുണ്ടല്ലോ, സെൽഫ് കൗണ്ടറിനുള്ള ഒരു അവസരം അവിടെ ഇടും. അതാണ് പ്രശ്നം. സത്യം അങ്ങോട്ട് ചോദിക്കും, പറഞ്ഞില്ലല്ലോ. അളിയാ ഞാൻ ഒരു കാര്യം സജഷൻ പറഞ്ഞ അളിയാ, നീ എനിക്ക് വേണ്ടി കേക്കോളിയാ. അളിയാ നിനക്ക് ഈ കോലം ഒന്ന് മാറ്റാൻ പറ്റുമോ? നിന്റെ പോന്തേടാ എനിക്കിത് കണ്ടിട്ട് അളിയാ പറ്റുന്നില്ല. അളിയാ ഈ കോലക്കാരൻ ഷോയാ വെള്ളിയിലെ ഷോ
വെടിയിലെ ഇല്ല അത് ഡ്രസ് ഷോപ്പിൽ പോയ സീനില്ല. അത് മറ്റേ എനിക്ക് ഒരുത്തനെ വിശ്വാസമില്ല. ഓ അതാ അളിയ വാറ്റ സത്യം പറഞ്ഞ നീ അളിയ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കാനുള്ള സമയം അളിയ. ഇത് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ലുക്ക് ഒരു പഴഞ്ച ലുക്കാണ് അളിയ. പുതിയ വാറ്റ് പോകും നമ്മളിനി വേണ്ടത്, പുതിയ വാറ്റ് പോകും. നാളെ തൊട്ട് സിറ്റിയിൽ വരുമ്പോ ആൾക്കാരൊന്നും ഇതിനെ കണ്ടാ ഇങ്ങനെ ഞെട്ടണം. പെൺപിള്ളേര് നൈറ്റ് ഡ്രസ് പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. ഞാൻ എന്റെ ബാഗ് വെക്കാം. ആരോടെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് സേവ് ചെയ്യാൻ വേണ്ടി നീ അത് എടുത്തിടുപ്പാ. വേണ്ട ഇത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ ഇത് ഔട്ട്ഫിറ്റ് ആരും നിങ്ങൾ നീ മാറ്റണ്ട. ട്രോമയുണ്ട്. ഡ്രസ്സല്ല അളിയ ഡ്രസ്സല്ല അതിന്റെ പോണ്ട. നീയേ നീ എന്നെ കൊറേ വിൽക്കുന്നുണ്ട്. നീ കൊലകൊണാന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ നീ വായും പൂട്ടി അവിടെ നീ എന്നെ എനിക്ക് ചിരിക്കണം. ഞാൻ തിരികെ മറന്നുപോയി. കളിയാക്കിയതല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. അല്ലെ എനിക്ക് നിന്നെ അല്ലെ എനിക്ക് സത്യമായിട്ട് നിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പുതിയൊരു ലുക്കൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആക്കി ഇറക്കിയാലേ. അതുകൊണ്ട് എങ്ങനെ ഇരിക്കും? എനിക്ക് വിശ്വാസമുണ്ട്. സീരിയസ് ആയിട്ട് മറ്റേ ഇവിടെ വാസ്തു വരുന്നുണ്ട്. ഏതോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിട്ടോ സെറ്റ് പോയിട്ടോ. ഞാനെന്നാ പിന്നെ പയ്യൻ കൊണ്ട് നിർത്തേണ്. അപ്പൊ ഇനിയിപ്പം അങ്ങനെ ഇങ്ങോട്ട് പയ്യൻ നിർത്തേണ്. ഓക്കെ സെറ്റ്. ഞാൻ ഇറങ്ങുന്നു. ഞാനും ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങും. ഞാൻ നിർത്താം. 10 മണിയായി. ഇവിടെ റോബറി ഇല്ലെങ്കിൽ നാളെ നമുക്ക് റോബറി ചെയ്യാം. ഇല്ല നിന്റെ കൂടെ ഒരു പരിപാടിക്ക് പോയി റോബറി